വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th നവംബർ 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിയം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻറ്റോണിയം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് പെൻസീവ് ആണ്. പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ഗഹനമായിട്ട് ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് അതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അൺറിഫ്ലക്റ്റീവ് ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അതിൽ ഫ്രിവലസ് എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോളോ എന്ന് പറയുമ്പോൾ പൊള്ളയായത്. ഗൂഫി ഇതുപോലെ സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ ഗൂഫി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സെൻറ്റൻസ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഡിലെമ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ ഡിലെമ എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വാക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ സൊല്യൂഷൻസ് ഗിവൺ ഫോർ ദ frequently asked questions were written so poorly that the buyers disliked the product. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഡിലെമ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് സൊല്യൂഷനാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ ഡി സൊല്യൂഷനാണ് നമ്മുടെ ആ സെൻറ്റൻസിൽ ഡിലെമയുടെ ഓപ്പോസിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ടു റീപ്ലേസ് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് യു ഫീൽ ഗുഡ് ദെൻ യു വിൽ പോർട്രേ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ലുക്ക് ഫാബുലസ് നോ മാറ്റർ വാട്ട്. അപ്പോൾ നമുക്ക് സ്വയം നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളെ സ്വയം നന്നായി ചിത്രീകരിക്കുന്നുള്ളതാണ് അതിൽ സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. അതിൽ പോർട്രേ എന്നുള്ള വേർഡാണ് നമുക്ക് ഇറ്റാലിക്സിൽ തന്നിരിക്കുന്നത്. പോർട്രേയുടെ മീനിങ് വരുന്ന ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഡെപ്പിക്റ്റ് ആണ് വരിക. ഡിസ്റ്റോർട്ട് എന്ന് പറയുമ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്യുക, അതിനാണ് നമ്മൾ സാധാരണ ഡിസ്റ്റോർഷൻ പറയുന്നത്. ഗാർബിൾ ഇതുപോലെ ജമ്പിൾ ചെയ്യുക അല്ലെങ്കിൽ മിക്സപ്പ് ചെയ്യണതിനെയാണ് നമ്മൾ ഗാർബിൾ പറയുന്നത്. ഫോൾസിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാജരേഖ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫോൾസിഫൈ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കേണ്ടത്. I always encouraging people to read books which I have enjoyed reading myself. അപ്പോൾ അവിടെ ഓൾവേസ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഓൾവേസ് പോലെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. എൻകറേജ് പീപ്പിൾ ടു റീഡ് ബുക്സ് ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the most appropriate option that can substitute the underlined segment in the given sentence. അപ്പോൾ ഈ സെൻറ്റൻസിലും നമുക്കിതുപോലെ വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് പകരം നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഐ ആം ഷുവർ യു ക്യാൻ വിൻ ദ മാച്ച് ഇഫ് യു ട്രൈ ഹാർഡ്ലി. അപ്പോൾ നല്ലോണം പരിശ്രമിച്ചാൽ മാച്ച് ജയിക്കാം എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. പക്ഷേ ഹാർഡ്ലിയുടെ മീനിങ് ഓൾമോസ്റ്റ് നൺ എന്നുള്ളതാണ്. ഹാർഡ്ലി ഒരു അഡ്വർബാണ്. അവിടെ ശരിക്കും വരേണ്ടത് വർക്ക് ഹാർഡ് എന്നുള്ളതാണ് വരേണ്ടത്, എന്ന് വെച്ചാൽ പരിശ്രമിക്കുക എന്നുള്ളത്. ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നില്ല എന്നുള്ള മീനിങ് ആയിപ്പോൾ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഇഫ് യു ട്രൈ ഹാർഡാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് വിൽ ഇംപ്രൂവ് ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഇൻ കേസ് നോ ഇംപ്രൂവ്മെൻറ്റ് ഇസ് നീഡഡ് സെലക്ട് നോ ഇംപ്രൂവ്മെൻറ്റ് റിക്വയർഡ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിലും അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും എടുക്കാം. ഇനി നോ എറർ ആണെങ്കിൽ നമ്മൾ നോ എറർ മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് മാർക്ക് ചെയ്താൽ മതി. വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ പ്രോബ്ലം വിത്ത് മീ. നിനക്ക് ശരിക്കും ഞാനായിട്ട് എന്താ പ്രശ്നം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സാക്ട്ലി യൂസേജ് ശരിക്കും കറക്റ്റാണ്. അവിടെ ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല.
ഫൈനലി എന്ന് പറയുമ്പോൾ അവസാനമായിട്ട് എന്നുള്ളതാണ്. എൻറ്റയർലി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അല്ല, അവിടെ ശരിക്കും എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സാക്ട്ലി തന്നെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ ഡി, നോ ഇംപ്രൂവ്മെൻറ്റ് റിക്വയർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പം നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Because of some inevitable circumstances, the conference was postponed indefinitely, but the members could not be informed. അപ്പോൾ ഇതിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തന്നിട്ടുള്ളത് സർക്കംസ്റ്റാൻസസ് ആണ്. ബി ആണ് നമ്മുടെ ആൻസർ വരിക. സർക്കംസ്റ്റാൻസസിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് CIRCUMSTANCES ആണ്. സർക്കംസ്റ്റാൻസസ് അതിൻ്റെ മീനിങ് വരുന്നത് സാഹചര്യങ്ങൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു 4 segments. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതൊരു പാർട്ടിൽ നമുക്ക് എറർ ഉണ്ട്, അതേത് പാർട്ടാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. As is usual with stories of this genre, in spite of their varying socio-political realities, the youngsters have fallen in love with each other madly. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ആസ് ഇസ് യൂഷ്വൽ. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ ഡി, ആസ് ഇസ് യൂഷ്വൽ വിത്ത് സ്റ്റോറീസ് ഓഫ് ദി ജോൺറ. അപ്പോൾ ആസ് എന്ന് പറയുന്നത് നമ്മൾ കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആസ് കഴിഞ്ഞിട്ട് പിന്നെ ഇസ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സെൻറ്റൻസ് വരേണ്ടത് ആസ് യൂഷ്വൽ വിത്ത് സ്റ്റോറീസ് ഓഫ് ദിസ് ജോൺറ എന്നാണ് ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരെണ്ണം നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് എററായിട്ട് തന്നിട്ടുള്ളത്. അവിടെ ലിവ് എന്നുള്ള വാക്ക് വരുമ്പോൾ LIVE തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ നമ്മളത് ING ഫോം ആയിട്ട് മാറ്റുമ്പോൾ ആ ഇ നമ്മൾ റിമൂവ് ചെയ്യും. LIVING ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ING ഫോമായിട്ട് യൂസ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ആ ഇ റിമൂവ് ചെയ്തിട്ടാണ് അവിടെ ING യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മിസ്റ്റേക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്. ലവിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ആ ഇ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ING അവിടെ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്റ്റിറ്റ്യൂട്ട് 1 word ഫോർ ദ ഇറ്റാലിസൈസ്ഡ് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഇറ്റാലിക്സിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു 1 word ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. When her teacher calls her a person who cannot be corrected, she laughs at herself. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഹു കനോട്ട് ബി കറക്റ്റഡ്, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് വേർഡ് വന്നിട്ടുള്ളത്. അതിന് പറ്റിയ 1 word വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻകോറിജിബിൾ ആണ് നമ്മുടെ ആൻസർ വരുന്നത്, വിച്ച് കനോട്ട് ബി കറക്റ്റഡ്. ഒബീഡിയൻ്റ് എന്നുള്ള പറയുമ്പോൾ അനുസരണ ഉള്ളത് എന്നുള്ളതാണ്. റിഫോർമബിൾ എന്ന് പറയുമ്പോൾ ഇൻകോറിജിബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ്, വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ കറക്റ്റഡ് ആണ്. മാനേജബിൾ എന്ന് പറയുമ്പോൾ വിച്ച് ക്യാൻ ബി കെപ്റ്റ് അണ്ടർ കൺട്രോൾ ആണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ഇഡിയമാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ദ മൂവി എൻകാൻറ്റോ ദ ഫാമിലി തോട്ട് ബ്രൂണോ വാസ് എ ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് എന്നുള്ള പറയുമ്പോൾ ഒരു ഫാമിലിക്കൊരു അപമാനം എന്നുള്ള പോലെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഡിസ്ഗ്രേസ് ഫോർ ദ ഫാമിലി ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സെൻറ്റൻസ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് സെയിൻ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ സെയിൻ എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. We started the day by going on a crazy ride. Then we had a delicious lunch and then beautiful sightseeing to end the evening. അപ്പോൾ സെയിൻ എന്നുള്ളത് പറയുമ്പോൾ സുബോധമുള്ളത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ബോധമില്ലാത്തത് എന്നുള്ളതല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ക്രേസി ആണ് മീനിങ് വരേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന് പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കേണ്ടത്. പേഴ്സൺ ലിവിങ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ സമകാലികർ എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കണ്ടംപററി ആണ് നമ്മുടെ ആൻസർ വരിക. കൊക്കറ്റ് എന്നുള്ള പറയുമ്പോൾ എ വുമൺ ഹൂ സെക്ഷുവലി അട്രാക്ട്സ് മെൻ എന്നുള്ളതാണ്. പിന്നെ കോസ്മോപൊളിറ്റൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലിയാണ് നമ്മൾ കോസ്മോപൊളിറ്റൻ പറയുന്നത്. കോണസിയർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽഡിലെ എക്സ്പേർട്ടിനെയാണ് നമ്മൾ കോണസിയർ പറയുന്നത്. അത് യൂഷ്വലി ആർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ ഫീൽഡിലെ എക്സ്പേർട്ടിലാണ് നമുക്ക് കോണസിയർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോജൻ എന്നുള്ളതാണ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. യുക്തിപരമായിട്ട് കാര്യം തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് കോജൻ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റാഷണൽ ആണ് വരുന്നത്. ഇൻസെയിൻ എന്നുള്ള പറയുമ്പോൾ ക്രേസി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ടൈറണിക്കൽ എന്ന് പറയുമ്പോൾ സ്വേച്ഛാധിപരമായ എന്തെന്നുള്ളതാണ്, എന്ന് വെച്ചാൽ ഡിക്റ്റേറ്റർഷിപ്പ്, അതിനെയാണ് നമ്മൾ ടൈറണിക്കൽ എന്ന് പറയുന്നത്. കവേർഡ് എന്നുള്ള പറയുമ്പോൾ ഭീരു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പാസേജ് സ്ട്രെസ്സിനെ പറ്റിയിട്ടൊരു പാസേജാണ്. സ്ട്രെസ്സ് എങ്ങനെ വരുന്നു, അതെങ്ങനെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു, അതൊക്കെയാണ് ഈ പാസേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പാസേജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാസേജിൽ ജസ്റ്റ് ആ സ്ട്രെസ്സിനെ പറ്റിയിട്ടും അതെങ്ങനെ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് സി, ഇൻഫോർമേറ്റീവ് ആണ്. ഒത്തോറിറ്റേറ്റീവ് ആയിട്ടൊന്നുമല്ല കാര്യം പറഞ്ഞിരിക്കണം. പിന്നെ ഡിജക്റ്റഡ് എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടത്, അങ്ങനെ ഭയങ്കര സാഡായിട്ടുള്ള പാസേജ് ഒന്നുമല്ല, ജസ്റ്റ് അതിനെപ്പറ്റി ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി, ഇൻഫോർമേറ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റുവേഷൻ ഡസ് നോട്ട് ലീഡ് ടു സ്ട്രെസ്. അപ്പം നമുക്ക് ഈ പാസേജിൽ സ്ട്രെസ്സുകൾ വരാനുള്ള കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് അതിൽ കൊടുക്കാത്തത് എന്നുള്ളതാണ്. അതിൽ എ ഓപ്ഷൻ, ഫൈൻഡിങ് എ പെന്നി ഓൺ ദ ഗ്രൗണ്ട്, ഒരു കോയിൻ ഗ്രൗണ്ടിൽ കാണുന്നത്, അത് നമുക്ക് സ്ട്രെസ്സ് കോസ് ചെയ്യണമെന്നില്ലല്ലോ. എന്തായാലും അത് പാസേജിൽ എന്തായാലും കൊടുത്തിട്ടില്ല. അതിൻ്റെ ബാക്കി റീസൺസ് എല്ലാം നമുക്ക് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് സക്സസ് ഫ്രം ദ പാസേജ്. അപ്പോൾ സക്സസ് എന്നുള്ളത് വിജയം എന്നുള്ളതാണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് പരാജയം. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ഫെയിലിയർ ആണ് വരേണ്ടത്. നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ലാക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതുപോലെ ഡിലേ ചെയ്യുക അല്ലെങ്കിൽ ഒരു മടുപ്പ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഡിഫോൾട്ട് എന്നുള്ള പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഡിഫോൾട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എക്സസീവ് സ്ട്രെസ് നോട്ട് റിസൾട്ട് ഇൻ. അപ്പോൾ എക്സസീവ് സ്ട്രെസ്സ് കാരണം എന്താണ് വരാത്തത് എന്നുള്ളതാണ്. അപ്പോൾ പാസേജിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രെസ്സ് കാരണം എന്തൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ റിലാക്സേഷൻ മാത്രം വരില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് റിലാക്സേഷൻ ആണ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ ഇതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഇൻഡൈജഷൻ, പാൽപിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് കോസ് ചെയ്യും. അത് നമുക്ക് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദ പാസേജ്. അപ്പോൾ നമ്മൾ ആ പാസേജ് വായിച്ചിട്ട് അതിന് പറ്റിയൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് വേണ്ടത്. അത് സ്ട്രെസ്സിനെ പറ്റിയിട്ടുള്ള പാസേജ് ആയതുകൊണ്ടും അത് കാരണം ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് കോസ് ചെയ്യുന്നതായതുകൊണ്ടും നമുക്ക് ഏറ്റവും നല്ലത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്, അതിൽ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. Gender equality is not only a fundamental human right, but a necessary foundation for a peaceful, prosperous and sustainable world. There dash progress over the last decades. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
ഓപ്ഷൻ ബി ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ആറ് മിസ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ പ്രസൻ്റ് ആണ് വരുന്നത്, വേർ പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഹാസ് ബീൻ ആണ്. നെക്സ്റ്റ് വൺ, മോർ ഗേൾസ് ആർ ഗോയിങ് ടു സ്കൂൾ, fewer girls are forced into early marriage, more women are serving in parliament and positions of leadership, and laws are being reformed to ഡാഷ് ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അവിടെ വേർഡ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി അഡ്വാൻസ് ഉള്ളത് മാത്രമാണ് നമുക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഹിൻഡർ, റിട്രാക്റ്റ്, ഇമ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അഡ്വാൻസ് ആണ്. നെക്സ്റ്റ് വൺ, despite these gains, many challenges remain. Discriminatory laws and social norms remain dash. Women continue to be underrepresented at all levels of political leadership, and 1 in 5 women and girls between the ages of 15 and 49 report experiencing physical or sexual violence by an intimate partner within a 12-month period. അപ്പോൾ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രോഗ്രസ്സിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഇപ്പോഴും വ്യാപകമായിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാങ്കിൽ വരേണ്ടത് പെർവേസീവ് എന്നുള്ളതാണ്, നമ്മുടെ വേർഡ് വരേണ്ടത് വ്യാപകമായതെന്നുള്ളതാണ്. ബാക്കി റെയർ, ലിമിറ്റഡ്, നാരോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്, എന്ന് വെച്ചാൽ കുറച്ച് എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, the effects of the COVID-19 pandemic could reverse the limited progress that has been made on gender equality and women's rights. The coronavirus outbreak dash existing inequalities for women and girls across every sphere, from health and the economy to security and social protection. അപ്പോൾ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൊറോണ കാരണം ബുദ്ധിമുട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് എക്സാസർബേറ്റ്സ് ആണ്, എന്ന് വെച്ചാൽ സിറ്റുവേഷൻ വേഴ്സ് ആക്കി എന്നുള്ളതാണ് അവിടെ മീനിങ് വരേണ്ടത്. ബാക്കി മൂന്നും പ്ലക്കേറ്റ്, എപ്പീസ് എന്നുള്ള പറയുമ്പോൾ പാസിഫൈ എന്നുള്ള മീനിങ് ആണ്, എന്ന് വെച്ചാൽ സമാധാനിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് അവിടെ വരേണ്ടത്. എയ്ഡ് എന്നുള്ളത് ഹെൽപ്പാണ് വരുന്നത്. അതുകൊണ്ട് അത് മൂന്നും നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കൊറോണ വൈറസ് കാരണം ഇതുകൊണ്ട് സിറ്റുവേഷൻ വേഴ്സ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് ജെൻഡർ ഇക്വാലിറ്റിയുടെ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, വിമൺ ആർ ഓൾസോ ഹാർഡർ ഹിറ്റ് ബൈ ദ എക്കണോമിക് dash of COVID-19 as they disproportionately work in insecure labor markets. അപ്പോൾ അവിടെ ആൻസർ വരേണ്ടത് ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രശ്നം കൂടുകയല്ലേ ചെയ്തിട്ടുള്ളത്, കോസ് എന്നുള്ളതാണ് വരേണ്ടത്. അതുകൊണ്ട് അവിടെ ഇമ്പാക്ട്സ് ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഫ്രിവലിറ്റി, ഇംപെർട്ടിനൻസ്, പാൾട്രിനെസ് എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായത് എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇമ്പാക്ട്സ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.